ആലപ്പുഴ തോട്ടപ്പള്ളിയിലെ വയോധികയുടെ കൊലപാതകത്തിൽ പോലീസിനെതിരെ ആദ്യം അറസ്റ്റിലായ അബൂബക്കറിന്റെ കുടുംബം. അബൂബക്കർ അല്ല കൊലയാളി എന്ന് തെളിഞ്ഞിട്ടും ഇല്ലാത്ത തെളിവുണ്ടാക്കി കുടുക്കാൻ ശ്രമിച്ചുവെന്നാണ് കുടുംബത്തിന്റെ ആരോപണം. അബൂബക്കർ റംലയുടെ വീട്ടിൽ പോയത് കത്ത് നൽകാനാണെന്നും ഇതിന്റെ പേരിൽ കൊലപാതകയാക്കിയെന്നും മകൻ റാഷിം പറഞ്ഞു. ഇതിൽ പെടുത്തുകയായിരുന്നു ഇവിടുത്തെ പോലീസ് ഉദ്യോഗസ്ഥർ. അദ്ദേഹം ഒരു സാധുവായ മനുഷ്യനാണ്. എനിക്ക് പറയാനാണെങ്കിൽ വാക്കുകൾ കിട്ടുന്നില്ല. ഈ സംഭവം നടക്കുന്നത് ഞാൻ ഫോണിൽ കൂടെയാണ് ഞാൻ അറിയുന്നത്. അന്ന് തന്നെ ഞാൻ വാപ്പാനെ വിളിച്ചിരുന്നു. അത് കഴിഞ്ഞ് 2 ദിവസം കഴിഞ്ഞ് വാപ്പ അതിന് വീട്ടിലേക്ക് വന്നിരുന്നു. അപ്പം ഞാൻ വാപ്പാടുത്ത് ഇതിനെപ്പറ്റി സംസാരിച്ചപ്പോഴത്തേക്കും കാര്യങ്ങളെല്ലാം പറഞ്ഞു. അവസാനം വാപ്പ എന്നെ എടുത്തിട്ട് കാര്യം പറഞ്ഞു, മോനെ ഇത് എന്നെ കുരുക്കാനുള്ള ഒരു ഇതിലേക്കാണ് പോകുന്നതെന്ന് വാപ്പ പറഞ്ഞു. കഴിഞ്ഞ ദിവസം വെള്ളിയാഴ്ച ദിവസം ഒരു 8 മണിയായപ്പോഴത്തേക്കും അമ്പലപ്പുഴ സ്റ്റേഷനിൽ തന്നെ വിളിച്ചിരുന്നു. ഒരു വാപ്പിനെ കൊണ്ട് അവർ തെളിവെടുപ്പിനായിട്ട് കൊണ്ടുവരികയായിരുന്നു. അതിനുശേഷം വാപ്പിയെ കൊണ്ടുവന്നു. ഞാൻ എൻ്റെ വാപ്പനെ കണ്ടു. ഞാൻ സീരെടുത്ത് ചോദിച്ചു, സാറേ ഞാൻ വാപ്പനെ ഒന്ന് പോയി കണ്ടോട്ടെ എന്ന് ചോദിച്ചു. ആദ്യം വേണ്ടെന്ന് പറഞ്ഞു. അപ്പം എന്തിനാണെന്ന് ചോദിച്ചു. ഞാൻ അവിടെ സാറേ ഒന്ന് സമാധാനിപ്പിക്കാനാണെന്ന്. എൻ്റെ വാപ്പ എന്നെ കണ്ടപ്പം കെട്ടിപ്പിടിക്കേ കരയേ വാപ്പി ചെയ്തു. മോനെ എന്നെ പെടുത്തിയാണെന്ന് വാപ്പി പറഞ്ഞിട്ടുണ്ട്. അത് വാപ്പി ഒരിക്കലും വാപ്പി ഇങ്ങനെ ചെയ്യത്തില്ല. ഇത് കളവാണ്. ഒരു പോലീസ് ഓഫീസർ പേര് നവാസ് എന്നോ അങ്ങോട്ടാണ്. ഞാൻ അദ്ദേഹത്തിന് നിജസ്ഥിതി അറിയാൻ വേണ്ടി ചെന്ന് ചോദിച്ചായിരുന്നു എന്താണെന്നുള്ളത്. അപ്പം അദ്ദേഹം പറഞ്ഞത് ഫോൺ വാപ്പ കൃത്യം നടത്തിയതിന് ശേഷം അവിടുന്ന് ഫോൺ എടുത്ത് പള്ളി കോമ്പൗണ്ടിൽ കൊണ്ടുവന്ന് അത് ഓഫ് ചെയ്തെന്നാണ് പറഞ്ഞത്. അതുകൊണ്ട് പള്ളിയുടെ അകത്ത് കൊണ്ട് ഒളിപ്പിച്ചു. അതിനുശേഷം രാവിലെ ആയപ്പോഴത്തേക്കും വെളുക്കാറായപ്പം പാപ്പി ആ ഫോൺ അങ്ങ് എടുത്ത് സൈക്കിളിൽ തോട്ടപ്പള്ളിയിലേക്ക് പോയെന്നാണ് എൻ്റെ അടുത്ത് ആ നവാസ് എന്ന് പറഞ്ഞ ആ ഒരു പോലീസ് ഉദ്യോഗസ്ഥൻ പറഞ്ഞത്. ഇപ്പം കിട്ടിയിരിക്കുന്നത് വാപ്പി എടുത്ത് എന്ന് പറയപ്പെടുന്ന ആ ഫോണാണ് ഇപ്പോൾ നിലവിൽ കിട്ടിയിരിക്കുന്നത്. നിരപരാധിയാണ് എൻ്റെ വാപ്പ. ഇപ്പം വാപ്പ അവിടെ ജോലി 20 വർഷത്തിന് മേളിലായി. ശരിക്കും പറഞ്ഞാൽ ഇപ്പോൾ 302 വകുപ്പ് പ്രകാരമാണ് വാപ്പ ജയിലിനുള്ളിൽ കിടക്കുന്നത്, റിമാൻഡിൽ കിടക്കുന്നത്. അതുപോലും വ്യാജമായിട്ടുണ്ടാക്കിയതാണ്. കൊലപാതകം ഉൾപ്പെടെയുള്ള കുറ്റം ചുമത്തപ്പെട്ട അബൂബക്കർ റിമാൻഡിലാണ്. ശരണ്യ സ്നേഹജൻ വിവരങ്ങളുമായി ചേർന്നു. ശരണ്യ, ഈ അബൂബക്കർ അദ്ദേഹം പ്രതി അല്ലെങ്കിൽ കൊലപാതകി അല്ലെങ്കിൽ കുറ്റം ചെയ്തിട്ടില്ലെങ്കിൽ ഒരു ദിവസം പോലും ജയിലിൽ കിടക്കേണ്ട കാര്യമില്ല. നമ്മുടെ നിയമ സംവിധാനം പറയുന്നത് അതാണ്. 1000 പ്രതികൾ ജയിലിൽ കിടന്നാലും ഒരു നിരപരാധി പോലും ശിക്ഷിക്കപ്പെടരുതെന്ന് നമ്മുടെ നിയമം എപ്പോഴും പറയുന്നു, അനുശാസിക്കുന്നു. ഇവിടെ എന്താണ് സംഭവിച്ചത്? പോലീസ് എന്താണ് പറയുന്നത്? ഭവ്യ, ഇതിനകത്ത് ഈ കേസ് തുടക്കം മുതൽ തന്നെ കൺഫ്യൂസിംഗ് ആണ്. അതായത് ഈ 2 കൂട്ടർ കൊലപാതകം നടത്തി എന്ന് പോലീസിനോട് സമ്മതിച്ചു എന്നുള്ളതാണ്. അതായത് ആദ്യഘട്ടത്തിൽ ഈ കേസിൽ അറസ്റ്റിലാകുന്നത് നേരത്തെ നമ്മൾ കണ്ട റാഷിദിന്റെ പിതാവായ അബൂബക്കറാണ്. അബൂബക്കറിന് ഈ മരണപ്പെട്ട തോട്ടപ്പള്ളിയിലെ വയോധികയുമായി ബന്ധമുണ്ടായിരുന്നു എന്നുള്ളത് പോലീസ് സ്ഥിരീകരിക്കുന്നുണ്ട്. അത് ഫോൺ രേഖകൾ അടക്കമുള്ള തെളിവുകൾ പോലീസിന്റെ കൈവശം ഉണ്ട് എന്നുള്ളതാണ്. പക്ഷേ ഈ ഇവർ കാണപ്പെട്ട ദിവസത്തിന്റെ തലേ ദിവസം രാത്രി അബൂബക്കർ ആ വീട്ടിലെത്തിയിട്ടുണ്ട് എന്നുള്ള സ്ഥിരീകരണവും ഒക്കെ ഉണ്ടാവുന്നുണ്ട്. ഇതിൽ നിലവിൽ പോലീസിന്റെ ഒരു ഭാഷ്യം എന്ന് പറയുന്നത് അബൂബക്കർ ഇതിനകത്ത് ഇങ്ങനെ ഒരു കൊലപാതകം നടത്തിയിട്ടുണ്ട് എന്നുള്ളത് പോലീസിനോട് സമ്മതിച്ചിരുന്നു എന്ന് പറയുന്നു. അതേസമയം തന്നെ രണ്ടാമത് ആ വീട്ടിലേക്ക് എത്തി മോഷണ ശ്രമം അടക്കം നടത്തിയിട്ടുള്ള സൈനുൽ അബ്ദിനും ഭാര്യ അനീഷയും അവരും ഈ കേസിൽ കുറ്റസമ്മതം നടത്തി എന്നുള്ളതാണ് പോലീസ് വ്യക്തമാക്കുന്നത്. പക്ഷേ ആദ്യത്തെ ഘട്ടത്തിൽ നിന്ന് മാറി ഇപ്പോൾ കൊലപ്പെടുത്തിയത് സൈനുൽ അബ്ദിനും ഒപ്പം തന്നെ ഭാര്യ അനീഷയും ചേർന്നാണ് കൊലപ്പെടുത്തിയതെന്നും അബൂബക്കർ ആ വീട്ടിലെത്തിയിട്ടുണ്ട് എന്നുള്ള കാര്യം പോലീസ് എന്തായാലും കൊലപാതകം ഉൾപ്പെടെയുള്ള കുറ്റം ചുമത്തപ്പെട്ട അബൂബക്കർ ഇപ്പോൾ റിമാൻഡിലാണ്. അബൂബക്കർ കുറ്റം ചെയ്തിട്ടില്ല എന്നാണ് അബൂബക്കറിന്റെ കുടുംബം പറയുന്നത്. അദ്ദേഹത്തെ പെടുത്തിയതാണ് എന്നാണ് മകന്റെ പ്രതികരണത്തിൽ നമ്മൾ കേട്ടത്. എന്തായാലും തോട്ടപ്പള്ളിയിലെ വയോധികയുടെ കൊലപാതകത്തിൽ പോലീസിനെതിരെ രംഗത്ത് വന്നിരിക്കുകയാണ് അബൂബക്കറിന്റെ കുടുംബം. അബൂബക്കർ അല്ല കൊലയാളി എന്ന് തെളിഞ്ഞിട്ടും ഇല്ലാത്ത തെളിവുണ്ടാക്കി കൊടുക്കാൻ ശ്രമിച്ചെന്ന് കുടുംബം പറയുന്നു. ശരണ്യ സ്നേഹജൻ തുടരുന്നുണ്ട്. ശരണ്യ, ടെലിഫോണിൽ ചെറിയൊരു ക്ലാരിറ്റി കുറവുണ്ടായിരുന്നു, തുടർന്നോളൂ. ഭവ്യ, ഇതിനകത്ത് പ്രധാനമായും
പോലീസ് വ്യക്തമാക്കുന്ന ചില കാര്യങ്ങളുണ്ട്. അതായത് അബൂബക്കർ ഈ കേസിനകത്ത് ഈ നിലവിൽ കൊലപാതക കുറ്റം ചെയ്തിട്ടില്ലെങ്കിലും അയാൾക്ക് മറ്റു ചില കുറ്റങ്ങൾ അയാളുടെ മേൽ ആരോപിക്കപ്പെടുന്നുണ്ട് എന്നുള്ളതാണ്. അത് ഈ സ്ത്രീ മരണത്തിന് മുമ്പ് ബലാത്കാരം ചെയ്യപ്പെട്ടിട്ടുണ്ട് എന്നുള്ള ഒരു സ്ഥിരീകരണം ഫോറൻസിക് പരിശോധനയിൽ നിന്നടക്കം കണ്ടെത്തിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഈ ബലാത്കാരം അടക്കമുള്ള കുറ്റങ്ങൾ അബൂബക്കറിലേക്ക് ചുമത്തപ്പെടുമെന്നാണ് പറയുന്നത്. പക്ഷേ ഇതിനകത്ത് ഏറ്റവും പ്രധാനപ്പെട്ടത് ഈ മകൻ പറയുന്ന കാര്യങ്ങളാണ്. അതായത് അച്ഛൻ കൊലപാതക കുറ്റം ചെയ്തിട്ടില്ലെങ്കിൽ പിന്നെ എന്തിനാണ് ആ രീതിയിൽ റിമാൻഡിൽ കിടക്കേണ്ടി വരുന്നത് എന്നുള്ള ചോദ്യം ഉന്നയിക്കുന്നു. പോലീസും പറയുന്നു നിലവിൽ അബൂബക്കർ കൊലപാതകം ചെയ്തിട്ടില്ല എന്നുള്ള കണക്കൂട്ടിലാണ്. അപ്പോൾ റിമാൻഡിൽ കിടക്കുന്ന ഒരാൾ എന്തിനവിടെ കിടക്കേണ്ടി വരുന്നു എന്നുള്ള ചോദ്യം നിലനിൽക്കുന്നുണ്ട്. പക്ഷേ അതേസമയം തന്നെ ആ വീട്ടിൽ നിന്നും വയോധികയുമായി അടുത്ത ബന്ധം പുലർത്തിയിരുന്ന ആളാണ് അബൂബക്കർ എന്നും അവിടെ ഒരു ബലാത്കാരം നടന്നിട്ടുണ്ട് എന്നുള്ളൊരു സ്ഥിരീകരണം പോലീസിന്റെ ഭാഗത്തു നിന്നും സയന്റിഫിക് പരിശോധനയിൽ നിന്നും ഉണ്ടാവുകയും ചെയ്തിട്ടുണ്ട്. പോലീസ് പറയുന്ന ഒരു വേർഷൻ എന്ന് പറയുന്നത് ഈ ബലാത്കാരത്തിന് ഇടയിൽ ബോധരഹിതയായി വീണ ഈ സ്ത്രീയെ അവിടെ അബൂബക്കർ ഉപേക്ഷിച്ചിട്ട് പോവുകയായിരുന്നു. അയാൾ വിചാരിച്ചത് ഇവർ മരണപ്പെട്ടതാണ് എന്നുള്ള രീതിയിലാണ്. അതുകൊണ്ട് തന്നെയാണ് പോലീസിന്റെ മുന്നിൽ ഇയാൾ ഇങ്ങനെ ഒരു കുറ്റസമ്മതം നടത്തിയത് എന്നുള്ളതാണ്. പക്ഷെ അതിനുശേഷം അവിടെ വന്നിരിക്കുന്ന രണ്ടുപേരും ഈ ബോധരഹിതയായി കിടക്കുന്ന ആ സ്ത്രീ ആണോ എന്ന് നമുക്കറിയില്ല. അത് ഇന്നലെ നമ്മൾ ജില്ലാ പോലീസ് മേധാവിയോട് ചോദിച്ചപ്പോൾ അദ്ദേഹം അത് നമ്മളോട് ക്ലിയർ ചെയ്തില്ല. പക്ഷെ അവരെ തലയണ ഉപയോഗിച്ച് ശ്വാസം മുട്ടിച്ച് കൊലപ്പെടുത്തി എന്നുള്ള രീതിയിൽ ഈ രണ്ടാമതെത്തിയ സൈൻലാബ്ദിനും ഒപ്പം തന്നെ സൈൻലാബ്ദിന്റെ ഭാര്യ അനീഷയും പോലീസിന് മൊഴി നൽകിയിട്ടുണ്ട്. അപ്പൊ ഈ രണ്ടു കൂട്ടരും ഇതിനകത്ത് കൊലക്കുറ്റം ഏറ്റു പറഞ്ഞു എന്നുള്ളതാണ് പോലീസ് പറയുന്നത്. പക്ഷേ ഇതിൽ രണ്ടാമത്തെ ആളുകളാണ് കൊലപാതകം ചെയ്തതിൽ കുറ്റക്കാർ എന്നുള്ള ഒരു നിഗമനത്തിലേക്ക് തന്നെ ഈ കേസ് നിൽക്കുന്നു എന്നുള്ളതാണ്. പക്ഷെ ഇതിനകത്ത് ഏറ്റവും വലിയൊരു ട്വിസ്റ്റ് എന്ന് പറയുന്നത് ഇപ്പോഴും ഈ പോസ്റ്റ്മോർട്ടം അടക്കമുള്ള അതിൽ ആധികാരികമായി ഇവർ ശ്വാസം മുട്ടിയാണ് കൊല്ലപ്പെട്ടതെന്നുള്ള ഒരു വിവരം അവർക്ക് പോലീസിന് പോസ്റ്റ്മോർട്ടം നടത്തിയ ടീം നൽകിയിട്ടില്ല എന്നുള്ളതും നമുക്ക് അറിയാൻ കഴിയുന്നുണ്ട്. അങ്ങനെ വളരെ കൂടിക്കുഴഞ്ഞു കിടക്കുന്ന ഒരു കേസാണ്. അതിനിടയിലാണ് അബൂബക്കർ കൊലപാതകി അല്ലെങ്കിൽ അയാളെ റിമാൻഡ് ചെയ്തത് എന്തിന് എന്നുള്ള ചോദ്യം ഉന്നയിച്ചുകൊണ്ട് കുടുംബം വരുന്നത്. പക്ഷെ അപ്പോഴും കണ്ടെത്തിയ ശാസ്ത്രീയമായ പരിശോധന അടക്കം കണ്ടെത്തിയ അബൂബക്കറിന് ആ കൊല്ലപ്പെടുന്ന ദിവസം അവിടെ വീട്ടിലെത്തിയെന്നും മറ്റു പല കാര്യങ്ങളും നടന്നു എന്നും കണ്ടെത്തിയ തെളിവുകളുണ്ട്. അത് നിലനിൽക്കുന്നത് കൊണ്ട് തന്നെ അബൂബക്കർ വീണ്ടും റിമാൻഡിലേക്ക് പോകാനുള്ള സാധ്യത തന്നെയാണ് ഉണ്ടാവുക. അത് കൊലപാതക കുറ്റത്തിനല്ല എന്നുള്ളതാണ് പോലീസിന്റെ വേർഷൻ. എന്തായാലും മകൻ പറയുന്നത് അച്ഛന്റെ കയ്യിൽ നിന്നും വയോധികയുടെ ഫോൺ കണ്ടെത്തിയെന്ന് പോലീസ് പറയുന്നു. പക്ഷേ അങ്ങനെ ഒരു ഫോൺ പിന്നീട് ഇപ്പോൾ സൈൻലാബ്ദിന്റെ കയ്യിൽ നിന്നാണ്, അതായത് രണ്ടാമത് പിടിയിലായവരുടെ കയ്യിൽ നിന്നാണ് കണ്ടെത്തിയെന്ന് പറയുന്നത്. അപ്പൊ പോലീസ് പറയുന്നതിൽ കളവുണ്ട് എന്നുള്ളതാണ്. നിരപരാധിയായ പിതാവിനെ കുടുക്കി എന്നുള്ള രീതിയിലാണ് കുടുംബം ഇപ്പോൾ പരാതി ഉന്നയിച്ച് രംഗത്തെത്തിയിട്ടുള്ളത്. എന്തായാലും ഇതിൽ കുടുംബം ഇപ്പോൾ മുഖ്യമന്ത്രിക്കും ഒപ്പം തന്നെ DGPക്കും അടക്കം പരാതി നൽകിയിട്ടുണ്ട്. പോലീസിന്റെ വീഴ്ചയാണിതെന്ന് ചൂണ്ടിക്കാട്ടിയാണ് പരാതി നൽകിയിട്ടുള്ളത്. പക്ഷെ എങ്കിൽ പോലും ഈ കേസിനകത്ത് ഇനിയും വിശദമായ ഡീറ്റെയിൽസ് പുറത്തു വരേണ്ടതുണ്ട്. കാരണം ബലാത്കാരം നടന്നിട്ടുണ്ടെങ്കിൽ അത് ആ ഒരു കുറ്റം നിലനിൽക്കുന്നുണ്ട് എന്നുള്ളതാണ്. സ്വാഭാവികമായും ആ സംഭവത്തിനിടയിൽ കുഴഞ്ഞു വീണ സ്ത്രീയോ ഇയാൾ ഉപേക്ഷിച്ചു പോയത് മരണപ്പെട്ടു എന്ന് കരുതിയാണോ എന്നൊക്കെയുള്ള ഒരു വിശദീകരണം അതിനകത്ത് ഇനിയും വരേണ്ടതുണ്ട്. തീർച്ചയായും എന്തായാലും എന്താണ് യഥാർത്ഥത്തിൽ സംഭവിച്ചതെന്ന് വളരെ കൃത്യമായി പുറത്തു വരേണ്ടതുണ്ട്. അബൂബക്കറിന്റെ ഭാഗത്ത് തെറ്റുണ്ടോ എന്ന് കണ്ടെത്തേണ്ടതും പോലീസ് തന്നെയാണ്. ശരണ്യ സ്നേഹജനാണ് വിവരങ്ങൾ നൽകിയത്.